തൃപ്പൂണിത്തുറയുടെ ഹൃദയഭാഗത്തുള്ള മനോഹരമായ ഒരു കുളത്തിൻ്റെ കരയിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കുളത്തിൻ്റെ പേര് തമ്മണ്ടിക്കുളം എന്നാണ്. അപ്പോൾ നമ്മൾക്കറിയാം ഇത് മഴക്കാലമാണ്, വളരെ അപകടങ്ങൾ നിറഞ്ഞ നമ്മൾ ഡെയിലി വാർത്തകളിൽ കാണുന്നു. ഞാൻ ഇന്ന് ടി വിയിൽ കണ്ട ഒരു ന്യൂസാണ്. അതായത് തിരുവനന്തപുരത്ത് മാത്രം ഏകദേശം 350 കൂടുതൽ പേര് ഈ പുഴയിലും കടലിലും അങ്ങനെയുള്ള അപകടങ്ങളിൽ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം മൊത്തം കേരളത്തിലുള്ള കണക്ക് അതിലും എത്രയോ ഇരട്ടിയായിരിക്കും. അപ്പം ഇതിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. പണ്ടത്തെ തലമുറയ്ക്ക് ധാരാളം പുഴകളും കുളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, നീന്തി പഠിക്കാനും നീന്തി തുടിക്കാനും നീന്തി കളിക്കാനും ഒക്കെ. ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല, അവരെല്ലാം മൊബൈലിന്റെ ലോകത്തിലാണ്. അത് കേരള ഗവൺമെന്റിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, ഈ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കുട്ടികളെയൊക്കെ നീന്തൽ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കുളത്തിന്റെ കരയിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ലക്ഷങ്ങൾ മുടക്കി ഈ നവീകരിച്ച ഈ ഒരു കുളം എന്തുകൊണ്ട് കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനും ഒക്കെ ആയിട്ട് ആരും ഇതുപോലെ ഈ കുളത്തിന്റെ സൈഡിൽ ഞാൻ വരുന്ന സമയത്ത് കുട്ടിക്കുഞ്ഞു പോലും ഈ ഒരു ഭാഗത്തില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വല്ല കുട്ടികൾ വന്ന് വരികയോ വല്ല വഴുതി വീഴുകയോ രക്ഷാകാര്യങ്ങൾ ഒന്നും ചെയ്ത് അമ്പലങ്ങളും പള്ളികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം കുളങ്ങളും അതുപോലെ ഇതുപോലുള്ള പൊതുകുളങ്ങളും ഒക്കെ നമ്മുടെ ഭാഗത്ത് ചുറ്റുവട്ടത്തും ഉണ്ട്. ക്ലബ്ബുകളും അതുപോലുള്ള വാർഡുകളും ഒക്കെ മുന്നിട്ടിറങ്ങി നമ്മുടെ കുട്ടികളെ എല്ലാവരെയും നീന്തൽ പഠിപ്പിക്കുക. അപ്പോൾ ഒരുപക്ഷെ അടുത്ത അപകടത്തിൽപ്പെടാൻ പോകുന്നത് നമ്മുടെ കുട്ടികളായിരിക്കും. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട